ഹലോ ഗൈസ്, കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ വന്നത്. അപ്പം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പം ഇന്നിവിടെ 13th of January 2024. ഇത് ഞാൻ എപ്പോൾ ഇടുമെന്ന് എനിക്കറിയില്ല, ഞാൻ എന്ന് എഡിറ്റ് ചെയ്ത് തരുന്നതെന്ന് ഞാനിടും. അപ്പം ഗുഡ് മോർണിംഗ് ഓൾ. അപ്പം ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. എനിക്കറിയില്ല എത്രത്തോളം ലെങ്ത് ഉണ്ടാവുമെന്ന്, സ്റ്റിൽ ഞാൻ എടുക്കും. അത്രയേ ഉള്ളൂ. എൻ്റെ ഫ്രണ്ട് ഇവിടെ കിടന്നുറങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇന്നുള്ളത് കൃഷ്ണപ്രിയേച്ചിൻ്റെ വീട്ടിലാണ്, ലിവർപൂള്. അപ്പം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. സ്പെഷ്യൽ ഡേ അല്ല, ഞങ്ങൾ പ്രോഗ്രാമുണ്ട് ഇവിടെ. ഒരു മലയാളി അസോസിയേഷൻ്റെ, ലിംക എന്നാണ് മലയാളി അസോസിയേഷൻ്റെ പേര്. അതിൽ ഞങ്ങൾ പ്രോഗ്രാമുണ്ട്. അപ്പം ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്, ഞങ്ങൾ എന്തൊക്കെയാണ് ഒരു ഡാൻസ് ഡേ, അതായത് ഡാൻസ് പ്രോഗ്രാമുള്ള ഡേയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് കാണിച്ചു തരാൻ പോണത്. അപ്പം എല്ലാവരും ഇപ്പം എൻ്റെ കൂടെ വരിക. ഓക്കെ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമുക്കപ്പം ഡേ തുടങ്ങാം. ഇപ്പം ഏകദേശം ടൈം എത്രയായി? ഓക്കെ, 9:44 ആയി. ഞങ്ങളൊന്ന് എണീക്കട്ടെ, വേറെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ബിക്കോസ് 2 മണിക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം. ഞങ്ങൾ രണ്ടോട് 2 ഡാൻസിനാണുള്ളത്. ഒരു വെൽക്കം ഡാൻസും പിന്നെ ഞങ്ങളുടെ ടീം തേജസ്വിനീൻ്റെ ഒരു ഡാൻസുമാണുള്ളത്. അപ്പം മേക്കപ്പ് ചെയ്യേണ്ട ടൈമായിരിക്കുകയാണ് ഗൈസ്. മേക്കപ്പ് ചെയ്യാനല്ല, എണീക്കൊരു ടൈമായി. ഇനിയും കിടന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാ ഇതും ഇന്ന് പോകും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പം എണീറ്റ അപ്പം തന്നെ നമ്മൾ പല്ല് തേക്കണം. അതാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഫേസ് വാഷാണ് ഉപയോഗിക്കുന്നത്, സെറാവേൻ്റെ. സെറാവയാണോ സിറാവയാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ സെറാവി എന്ന് പറയാറ്. അപ്പം എൻ്റെതൊരു കോമ്പിനേഷൻ സ്കിന്നാണ്. ഇവിടെയൊക്കെ ഡ്രൈ ആണ്, പക്ഷേ ഇവിടേക്ക് കുറച്ച് ഓയിലിയാണ്. അതുകൊണ്ട് ഞാൻ സെറാവേൻ്റെ നോർമൽ ടു ഓയിലി സ്കിന്നിൻ്റെ ഫോമിങ് ക്ലെൻസറാട്ടോ ഉപയോഗിക്കുന്നത്. നല്ല സാധനമാണ് കേട്ടോ. ആക്ച്വലി എൻ്റെ മുഖത്ത് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. എന്നെ പണ്ട് അറിയുന്നവർക്ക് മനസ്സിലാവും, കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ചില ആൾക്കാർ പറയുന്നത് കേട്ടാൽ എന്നോട് പറഞ്ഞു തരാം. അപ്പം ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം മുഖമൊക്കെ കഴുകി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനിനി നമുക്ക് താഴെ പോവാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ കൃഷ്ണപ്രിയേച്ചിൻ്റെ വീട്ടിലാണുള്ളത്. അപ്പം ഇന്ന് ഞാനും ആർദ്രയും മീനാക്ഷിയുള്ളൂ. കൃഷ്ണപ്രിയ ചേച്ചി ഡാൻസ് ക്ലാസ് പോയി, ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ 3 ആളേ ഉള്ളൂ. അപ്പം എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റാത്തതിനെ കൊണ്ട് മാത്രം ഞാൻ താഴെ വന്നിരിക്കുകയാണ്. അപ്പം എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. രാവിലെ ആണെങ്കിലും രാത്രി എനിക്ക് ഇത്തിരി ചോറ് കണ്ടപ്പോൾ എനിക്ക് ചോറ് തിന്നാൻ തോന്നി. അപ്പം എനിക്കത് വേറെ ഒന്നും എടുക്കണ്ട. അപ്പം ഞാൻ ജസ്റ്റ് ചോറ് മാത്രമാണ് കഴിക്കുന്നത്. അപ്പം ഞാൻ ടാബ് വെച്ച് എന്തെങ്കിലും കാണട്ടെ. എൻ്റെ ഈ ഫോട്ടോ ആണല്ലോ ഭംഗിയില്ലേ, എന്ത് ചെയ്യാനാണ്. ഇനി നിങ്ങൾക്ക് എൻ്റെ കുറച്ച് പട്ടി ഷോ കാണാം. ഞാനിപ്പോൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് UK ഡാൻസ് കളിക്കുന്നത്. ക്ലാസിക്കൽ പ്രത്യേകിച്ചും. അപ്പം അതിൻ്റെ കുറച്ച് എക്സൈറ്റ്മെൻറ്റും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെയാണ്. അപ്പം മറന്നു പോകാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് രാവിലെ എണീറ്റപ്പം മുതൽ എൻ്റെ ഇത് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ കാര്യമൊക്കെ ഉണ്ട്. ഇപ്പം കുറച്ചിങ്ങനെ കണ്ടോളൂ, നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇവിടുന്ന് ഇത് കൃഷ്ണപ്രിയേച്ചിൻ്റെ വീട്ടിൽ നമ്മൾ പൂജയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പം നമ്മൾ റെഡി ആവാൻ വേണ്ടിയിട്ട്, നമ്മൾ ഫസ്റ്റ് വെൽക്കം ഡാൻസ് റെഡി ആവാൻ വേണ്ടിയിട്ട് സെറ്റായിട്ടിരിക്കുവാണ്. പരിപാടികൾ ഞങ്ങൾ 3 ആൾ ഇവിടെ എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി ഞങ്ങൾ ഡ്രസ്സ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഞാനും, ഇതാണ് കേട്ടോ ക്രിസ്റ്റി തോമസ്. ആൾ വലിയ പുള്ളിയാണ്. നമ്മളെ UK സിവിൽ സർവീസൊക്കെ കിട്ടിയ ആളാണ് കേട്ടോ. അപ്പം ഞാനും മുപ്പത്തിയും ഇനി കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എന്താ അവിടെ നിന്ന് പറയുന്നതെന്ന് വെച്ചാൽ എന്തൊക്കെയോ മണ്ടത്തരങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കാര്യമാക്കട്ടെ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പം ഇത് ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഫസ്റ്റ് ഹനുമാൻ ചാലിസ, അതായത് വെൽക്കം ഡാൻസ്, അതാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഡ്രസ്സാണ് ഇതിപ്പോൾ ഞാൻ പറയുന്നത്. അപ്പം ഇപ്പം ഞാൻ വെച്ച് കെട്ടുന്ന സാധനം എനിക്ക് കിട്ടിയിട്ടില്ല. അത് കൃഷ്ണപ്രിയേച്ചിൻ്റെ കാറിൽ തന്നെയാണ് ഉള്ളത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്കത് കൊള്ളുന്നുണ്ട്, മുപ്പത്തിക്കത് കൊള്ളുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു മുപ്പത്തിനോട്, നിങ്ങളൊരു കാര്യം ചെയ്യും, കൃഷ്ണപ്രിയ ചേച്ചി വരുന്നവരെ അതിട്ട് മുപ്പത്തി നിൽക്കട്ടെ,
എനിക്ക് ഓൾറെഡി ഈ സാധനം കിട്ടിയതാണല്ലോ, അപ്പം ഞാനത് ഇട്ടോളാം എന്ന് പറഞ്ഞിട്ട് മുപ്പത്തീൻ്റെ അടുത്തുനിന്ന് ഞാനങ്ങനെ അത് വാങ്ങി. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ പറയുന്നുണ്ട് മുപ്പത്തീൻ്റെ യൂട്യൂബ് വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മുപ്പത്തീനോട് പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യും. അപ്പോൾ ഞാൻ മുപ്പത്തീനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എൻ്റെ യൂട്യൂബ് വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ യൂട്യൂബ് വീഡിയോ ഒക്കെ ഇരുന്ന് കാണാൻ പറഞ്ഞു. അതാണ് ഞാൻ ഇപ്പോൾ മുപ്പത്തീനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ മുടിയൊക്കെ ചീവുകയാണ്. കാരണം നമ്മളോട് പറഞ്ഞു ആദ്യം തന്നെ ഒന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. കാരണം കുറച്ച് ടൈം ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആയിരുന്നു, ഞങ്ങൾ ഒബ്വിയസ്ലി ലേറ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ മുടിയൊക്കെ ചീവി സെറ്റായി നിൽക്കുവാണ്. എൻ്റെ മുടി എന്ന് പറയുന്നത് എനിക്ക് ഷോൾഡർ വരെ എൻ്റെ മുടിയുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുടി ഭയങ്കര ഇതായിരുന്നു, ഫ്രിസി ആയിരുന്നു. അതേപോലെ തന്നെ എൻ്റെ മുടി വളർന്നുകൊണ്ടിരുന്ന W എന്നുള്ള ഷേപ്പില്ല. ഞാൻ യുവും കണ്ടിട്ടുണ്ട്, വിയും കണ്ടിട്ടുണ്ട്, സിയും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ എൻ്റെത് W എന്ന് പറഞ്ഞൊരു സാധനം. അതുകൊണ്ട് തന്നെ എൻ്റെ മുടി തീരെ ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ മുടി കട്ട് ചെയ്തു കേട്ടോ. എൻ്റെ ഇപ്പോഴത്തെ ഫോട്ടോ ഞാനെങ്കിൽ വേണമെങ്കിൽ ഈ സൈഡ് ഞാൻ ഇപ്പോൾ കൊടുക്കാം. പക്ഷേ ഇപ്പം അങ്ങനെ അപ്പം ഞാൻ മുടിയൊക്കെ എടുത്ത് കണ്ടോ, വലിയ വണ്ണമൊന്നുമില്ല. അതാണ് ഞാനിങ്ങനെ കർക്കൂന്തലൊക്കെ ഇങ്ങനെ എടുത്തിങ്ങനെ നോക്കുന്നത് കേട്ടോ. പെട്ടെന്നാണ് ക്രിസ്റ്റി ചേച്ചി എന്നോട് ചോദിച്ചത് മാങ്ങാത്തൊലി വേണമെന്ന്. അപ്പം ഞാൻ വെച്ച് 30 തന്നെ ആക്കുവാണെന്ന്. പക്ഷേ അതാണ് ഞങ്ങളിങ്ങനെ ചിരിക്കുന്നത്. ശരിക്കും 30 തന്നെ ആക്കിയതല്ല, 30 ടെസ്കോന്ന് വാങ്ങിയ മാങ്ങാത്തൊലി അഥവാ മാംഗോ പീൽ. അത് ഉണക്കിയതാണ്. ഉണക്കിയിട്ട് നല്ല സാധനം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം അത് എനിക്കിഷ്ടപ്പെട്ടു. അതാണ് ഞാൻ ഇപ്പോൾ എടുത്ത് കാണിക്കുന്നത്. മാങ്ങാത്തൊലി എന്ന് പറഞ്ഞിട്ട് പ്രഹസനം അത് മുഖ്യമ്പിക്കില്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. അപ്പം എൻ്റെ അടുത്ത് ഹെയർ പിന്നും സേഫ്റ്റി പിന്നും ഒന്നും തന്നെ ഇല്ല. അപ്പം ഞാൻ മുപ്പത്തിനോട് ഇതൊക്കെ എനിക്കൊന്ന് കടം തരണം എന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളൊരു 10 പേര് കളിക്കുന്നുണ്ട് കേട്ടോ ഡാൻസ്. അപ്പം ഞങ്ങളിവിടെ മാറ്റുന്നത് വെറും 4 പേരാണ്. ഞാനും ക്രിസ്റ്റി ചേച്ചിയും മാളും പിന്നെ ആർദ്രയോടെ ഇല്ല. അപ്പോൾ ആർദ്ര ഇപ്പോൾ വരും. അപ്പോൾ ഞങ്ങളിങ്ങനെ മാങ്ങാത്തൊലീൻ്റെ കാര്യം, ഡാൻസിൻ്റെ കാര്യം, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യമായിട്ടാണ് ലിവർപൂൾ ഡാൻസ് കളിക്കുന്നത്. ലിവർപൂൾ എന്നല്ല, UK ക്ലാസിക്കൽ ഡാൻസ് ഞാൻ ആദ്യമായിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ എന്താ പറയുക എക്സൈറ്റ്മെൻറ്റും ആക്രാന്തവും, ഡാൻസ് കളിക്കാനുള്ള ആക്രാന്തമൊക്കെ എനിക്കുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനപ്പം ഇത് വേറൊരു ഡാൻസിൻ്റെ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ അങ്ങനെ പറയാം, കുറേ കളിച്ച് എനിക്ക് വയ്യാണ്ടാവും. എനിക്കൊരു നമ്മളെ ഒരു ജതി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രാക്ടീസ് ചെയ്ത് രാവിലെ ഞാൻ പ്രാക്ടീസ് ചെയ്ത സാധനം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനേ പറ്റുന്നില്ല. അപ്പം ഞാനതൊക്കെ കംപ്ലീറ്റ് ചെയ്യും എന്നൊക്കെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കേട്ടോ ആർദ്ര. അതല്ല, ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ പാട്ട് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അങ്ങനെ മുടിയൊക്കെ ഞാൻ ഇങ്ങനെ മുടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹമ്പ് കെട്ടാനാണ് പറഞ്ഞത്. എനിക്കാണെങ്കിൽ ഹമ്പ് പോയിട്ട് ഒരു തേങ്ങയും കെട്ടാനറിയില്ല. ഞാൻ അത്ര ഹെയർ സ്റ്റൈലിസ്റ്റ് അല്ല. അപ്പം എനിക്ക് ഹമ്പ് കെട്ടാൻ, എൻ്റെ മുടി നിൽക്കുന്നുമില്ല ഹമ്പ് കെട്ടാൻ. ഹമ്പ് കെട്ടാൻ ഞാൻ അങ്ങനെ കുറേ ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല. അപ്പോൾ ആർദ്ര പറഞ്ഞു എന്നാൽ ക്രിസ്റ്റി ചേച്ചീൻ്റെ തലയിൽ ആദ്യം പരീക്ഷിക്കാം എന്നുള്ള രീതിയിൽ ആർദ്ര അവിടെ തുടങ്ങി. ആർദ്ര ഭയങ്കര ഹെയർ സ്റ്റൈലിസ്റ്റാണ് കേട്ടോ. ഞാൻ അന്നാണിത് മനസ്സിലാക്കിയത്. എനിക്ക് അങ്ങനെ ഹെയർ കെട്ടാൻ വലിയ കലാബോധമൊന്നുമില്ല കേട്ടോ. പക്ഷെ എനിക്ക് മേക്കപ്പ് ചെയ്യാനറിയാം. അപ്പം ഞാൻ എൻ്റെ ആഭരണങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കുകയാണ് കേട്ടോ എങ്ങനെ ഉണ്ട് എന്നൊക്കെ. യൂട്യൂബ് ചാനലാ. യൂട്യൂബിൽ വന്നിട്ട് പിന്നെ എന്നെ പറയരുത്. അപ്പോൾ ഗൈസ് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ റിയ റോസ് ജോൺ. ഇത് നമ്മളെ മാളു. അപ്പം ഞാൻ ഏകദേശം എൻ്റെ വെൽക്കം ഡാൻസിൻ്റെ പകുതി മേക്കപ്പല്ല ഡ്രസ്സിങ് കഴിഞ്ഞു. ഞാൻ എൻ്റെ മേക്കപ്പ്, അതായത് എൻ്റെ മേക്കപ്പ് ചെയ്യുന്ന റിയ ചേച്ചിയാണ് ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ മുപ്പത്തിൻ്റെ മുഖം നല്ല വൃത്തിയാക്കി തരുവാണ് കേട്ടോ. എന്താ മോളെ ജടയാണോ? ഭയങ്കര ഗൗരവത്തിലാണ് ആള്. അപ്പം ഇതാണ് നമ്മുടെ കൃഷ്ണപ്രിയേച്ചി. നിങ്ങളൊക്കെ യൂട്യൂബിൽ ഞാൻ ഫേമസ് ആക്കും.
അപ്പോൾ നമ്മളെല്ലാവരും കൂടി പരിപാടി സ്ഥലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ പരിപാടിക്ക് കൊണ്ടുപോകുന്നത് മനുച്ചേട്ടനാണ്. ഇപ്പം നേരത്തെ നമ്മളെ അങ്കനമാർ കളിച്ച് വന്ന നിശ ചേച്ചിയുടെ ഹസ്ബൻഡാണ് കേട്ടോ. അപ്പോൾ മൂപ്പരാണ് ഞങ്ങളെ സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് ഞങ്ങളെ വെൽക്കം ഡാൻസിൻ്റെ ഒരു ചെറിയ ക്ലിപ്പാണ് കേട്ടോ. നമ്മൾ ഹനുമാൻ ചാലീസയാണ് ചെയ്തത്. അപ്പോൾ അതിൽ കുറച്ച് കഥയൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഹനുമാൻ മരുദ്വാമല എടുത്ത് കൊണ്ടുപോകുന്ന പോർഷനും അതൊക്കെയാണ് ഞങ്ങൾ കാണിക്കുന്നത്. പിന്നെ അവസാനം മറ്റേ ഹനുമാൻ നമ്മളെ നെഞ്ച് പിളർന്ന് കാണിക്കുമ്പോൾ രാമനെയും സീതേനെയും കാണുന്നൊക്കെയാണ് ഞങ്ങളെ തീം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാട്ടോ ഒരു ഷോർട്ട് ക്ലിപ്പ്. അപ്പോൾ അടുത്ത ഡാൻസിന് ഞങ്ങൾക്ക് തീരെ ടൈം ഉണ്ടായിരുന്നില്ല. ടൈം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വെൽക്കം ഡാൻസ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടായിരുന്നു നമുക്ക് അടുത്ത ഞങ്ങളെ ടീം തേജസ്വിനീൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ അതിൻ്റെ ഒരുക്കത്തിലാണ്. ഇതാണ് ആർദ്ര, ഇത് ഞാൻ, പിന്നെ കൃഷ്ണപ്രിയേച്ചി. അപ്പം അതിൻ്റെ ഒരു ചെറിയ തിരക്കിലാണ് ഞങ്ങളിപ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ടീം തേജസ്വിനി കളിച്ചിട്ടുണ്ടായിരുന്ന സീതാ സ്വയംവരം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പോർഷനേ ഉള്ളൂ. മൊത്തമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ട് ഞാൻ പാട്ടൊക്കെ മാറ്റി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മാത്രം ഇട്ടതാണ്. ഇത് നമ്മൾ അവിടുത്തെ പിള്ളേരുടെ ഡാൻസ് ആട്ടോ. അതായത് നമ്മളെ റിയ ചേച്ചി, നമ്മളെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലേ, മൂപ്പത്തി പഠിപ്പിച്ച ഡാൻസാണ്. അപ്പോൾ ഞാൻ ചെറിയ ക്ലിപ്പ് ഇട്ടതേ ഉള്ളൂ കേട്ടോ. അപ്പം ലിംക, അതായത് ലിവർപൂൾ മലയാളി കൾച്ചറൽ അസോസിയേഷൻ്റെ ന്യൂ ഇയർ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ അത്. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ അത് കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ഇതൊക്കെ അടിച്ച് മാറ്റുവാണ്. ഇതൊക്കെ അടുത്ത പരിപാടിക്ക് ഇടണം. എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സൊക്കെ? കമൻറ്റ് പറയണം കേട്ടോ, രസമുണ്ടെങ്കിൽ. പിന്നെ ഞങ്ങളുടെ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ കുറച്ച് ഭാഗമേ ഇട്ടിട്ടുള്ളൂ. സ്റ്റിൽ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ പറയണം. വിലയേറിയ കമൻസുകൾ പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മുടെ മലയാളികളെ സ്വന്തമായിട്ടുള്ള ഉല്ലാസ് പന്തളം ചേട്ടനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. മുപ്പത്തേക്ക് പ്രൈസൊക്കെ കിട്ടിയിട്ടോ. ആ ഫോട്ടോ, ആ ക്ലിപ്പ് എനിക്ക് ഇടാൻ പറ്റിയില്ല. ഇത് ഞങ്ങളെ ഫോട്ടോ കണ്ടോ ഗൈസ്? നല്ല രസമില്ലേ? എനിക്ക് വയ്യ ഞങ്ങളെ കൊണ്ട്. നല്ല കൊട്ടാരം. ഞാൻ നാളെ പോവാട്ടോ. ഞാൻ കാണില്ല. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.